നമ്മൾ തലച്ചോറിന്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഒരു ജനപ്രിയ ആശയമാണ്. എന്നാൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ ആശയത്തിന്റെ ഉദ്ഭവം അവ്യക്തമാണ്. ചിലർ ആദ്യകാല നാഡീശാസ്ത്ര ഗവേഷണങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. മറ്റു ചിലർ ഇത് ഒരു പ്രചോദനാത്മക ഉപകരണമായിരുന്നുവെന്നും കാലക്രമേണ വളച്ചൊടിച്ചതാണെന്നും അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഈ ആശയം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. 10% എന്ന മിഥ്യയ്ക്കെതിരെ ആധുനിക നാഡീശാസ്ത്രം അമ്പരപ്പിക്കുന്ന തെളിവുകൾ നൽകുന്നു. fMRI, PET സ്കാനുകൾ പോലുള്ള ബ്രെയിൻ സ്കാനുകൾ ലളിതമായ ജോലികൾ ചെയ്യുമ്പോൾ പോലും മുഴുവൻ തലച്ചോറിലുടനീളമുള്ള പ്രവർത്തനം വ്യക്തമായി കാണിക്കുന്നു. തലച്ചോറിന്റെ ഒരു ഭാഗവും വെറുതെ ഇരിക്കുന്നില്ല. തലച്ചോറിലെ വ്യത്യസ്ത ഭാഗങ്ങൾക്ക് പ്രത്യേക ധർമ്മങ്ങളുണ്ട്. ഒരു ചെറിയ ഭാഗത്തിനു പോലും ഉണ്ടാകുന്ന കേടുപാടുകൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 90% ഉപയോഗശൂന്യം ആയിരുന്നെങ്കിൽ തലച്ചോർ ഇത്രത്തോളം വലുപ്പം വരില്ലായിരുന്നു. നമ്മൾ നമ്മുടെ മുഴുവൻ തലച്ചോറും ഉപയോഗിക്കുന്നു, പക്ഷേ എല്ലാം ഒറ്റയടിക്ക് അല്ല. വ്യത്യസ്ത ജോലികൾ വ്യത്യസ്ത മേഖലകളെ സജീവമാക്കുന്നു. മസ്തിഷ്കം അവിശ്വസനീയമാം വിധം കാര്യക്ഷമമാണ്. അതിന്റെ പ്രവർത്തനം നിരന്തരം ഒപ്റ്റിമൈസ് ചെയ്യുന്നു.